നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് മുന്നേ പ്രഖ്യാപിച്ചിരുന്ന എക്സാമിനേഷൻ ഡേറ്റിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷന്റെ ഡേറ്റ് RRB ഒഫീഷ്യൽ ആയിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഓഗസ്റ്റ് 3 മുതൽ 6 വരെയും അതുപോലെ തന്നെ 9 മുതൽ 14 വരെയും 17 മുതൽ 21 ശേഷം 25-ാം തീയതി ഒരു എക്സ്ട്രാ ഡേറ്റിനുമായിട്ടായിരിക്കുള്ളൂ ഇനി മുതൽ വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ കണ്ടക്ട് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാടാ. അതായത് നമ്മളുടെ എക്സാമിനേഷൻ ഡേറ്റ് പണ്ടത്തെ ഡേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം 3, 4, 5, 6, 7, 8, 9 അതുപോലെ തന്നെ പുതുക്കിയ ഡേറ്റുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ 17 ദിവസമാണെങ്കിൽ ഇനി മുതൽ 16 ദിവസങ്ങളായിട്ടായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ആവാനായിട്ട് പോകുന്നത്. ഇതിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 7, 8 തീയതികളിലെ എക്സാമിനേഷൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നേരത്തെ പ്രഖ്യാപിച്ചിരുന്നിട്ടുള്ള 7, 8 തീയതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 7, 8 തീയതികളിൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കില്ല. പകരം ഓഗസ്റ്റ് 25-ാം തീയതി എന്നൊരു പുതിയൊരു ഡേറ്റ് നമുക്ക് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 21-ാം തീയതിക്ക് ശേഷവും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 25-ാം തീയതി മറ്റൊരു എക്സാമിനേഷൻ കൂടി ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ 7, 8ലേക്ക് സിറ്റി ഇന്റിമേഷൻ ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ എക്സാമിനേഷൻ ഡേറ്റിന്റെ കാര്യത്തിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുള്ളൂ. ബാക്കി ആർക്കും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എക്സാമിനേഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും പറയാൻ പറ്റില്ല. ഡേറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വലിയ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇൻ കേസ് ഇനിയിപ്പോൾ 25-ാം തീയതി ആണ് എക്സാമിനേഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി പഠിക്കാൻ കിട്ടും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അവസാന ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, റിവിഷൻ മോക്ക് ടെസ്റ്റ് ഇത് രണ്ടിലും മാത്രം ഫോക്കസ് ചെയ്യുക. പുതുതായിട്ടൊന്നും പഠിക്കാനായിട്ട് നിൽക്കല്ലേ, പുതുതായിട്ടൊന്നും തൊടാനായിട്ട് നിൽക്കല്ലേ. ഉദാഹരണത്തിന് പുതിയൊരു സബ്ജക്റ്റിന്റെ ബുക്ക് പോലും നിങ്ങൾ തുറക്കാനായിട്ട് നിൽക്കല്ലേ. സിമ്പിളി ഇത്രയും ചെയ്യുക. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് കറണ്ട് അഫയർ വേണമെങ്കിൽ പുതുതായിട്ട് പഠിച്ചോ. അതല്ല എന്നുണ്ടെങ്കിൽ ദിവസേന നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ പോർഷനും റിവൈസ് ചെയ്തോ. ഒരു തവണ ഞാനത് പഠിച്ചു വിട്ടതാണെന്ന് പറഞ്ഞ് നിങ്ങൾ എക്സാമിനേഷന് പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒന്നും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവില്ല. ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് പറ്റാവുന്നത്ര തവണ റിവൈസ് ചെയ്ത് പോവുക, പറ്റാവുന്നത്ര മോക്ക് ടെസ്റ്റിൽ എടുത്തിട്ട് പോവുക. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് തന്നെ എടുത്തോ. ഇനി ഒന്നും പഠിച്ച് തീർന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുത്തോളാം. മോക്ക് ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് മിനിമം എനിക്കൊരു കട്ട് ഓഫ് റേഞ്ചിലെങ്കിലും എത്തിപ്പെടുന്നുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെറും 250 രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകളും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ഈ ഒരു ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, മോക്ക് ടെസ്റ്റ് ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക. എന്ത് സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയടാ. അതുപോലെ നമ്മുടെ റെയിൽവേയുടെ വരാനിരിക്കുന്ന എല്ലാ റെയിൽവേ നോട്ടിഫിക്കേഷനിലും ഒറ്റ ബാച്ചിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാക്ക് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ റെയിൽവേ എക്സാമിനും, അതായത് ഗ്രൂപ്പ് ഡി, NTPC തുടങ്ങിയ എല്ലാ റെയിൽവേ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് ആയിരിക്കുള്ളൂ. ഇതിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സും നോട്ടും മോക്ക് ടെസ്റ്റും വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്തായാലും എക്സാമിനേഷൻ ശേഷം ഞാൻ നമ്മളുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞാൻ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. അപ്പോൾ ടെലിഗ്രാം ചാനലും കൂടി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. അപ്പോൾ പഠനമൊക്കെ നല്ല ഉഷാറായിട്ട് പോട്ടേടാ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.